ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം, അതിൻ്റെ 10-ാം വാക്യം. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. നമുക്കറിയാം, യോബിനെ വേദപുസ്തകം സാക്ഷിക്കുന്ന ഒരു നീതിമാൻ, ഒരു പല പ്രാവശ്യം നീതിമാനെന്നും നിഷ്കളങ്കനെന്നും ദൈവഭക്തനുമൊക്കെ സാക്ഷിച്ചിട്ട ഒരു വ്യക്തിയാണ് യോബ്. യോബ് ദൈവഭക്തനായിരുന്നു, കാരുണ്യമൊക്കെ ചെയ്യുന്നവനായിരുന്നു. എന്നിട്ടും ദൈവം അവനെ പരീക്ഷിച്ചു എന്നുള്ളതാണ്. അതായത് സാത്താൻ അവന് ദൈവത്തോട് അനുവാദം ചോദിക്കുകയാണ്, യോബിനെ പരീക്ഷിക്കാൻ ഞാൻ അനുമതി കൊടുക്കുകയാണ്. അപ്പോൾ യോബിൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു ശോധനയാണ്, ഒരു പരീക്ഷണമാണ് യോബിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ശോധന സാക്ഷാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ, സാത്താൻ പരീക്ഷിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പുത്രസമ്പത്ത് പോകുന്നു, മൃഗസമ്പത്ത് പോകുന്നു, ആരോഗ്യം പോകുന്നു. ഈ 3 സമ്പത്തും അങ്ങനെ പോയി കഴിയുമ്പോൾ അദ്ദേഹത്തെ വിട്ട് എല്ലാവരും ഓടിപ്പോവുകയാണ്. സ്നേഹിതന്മാരും എല്ലാം ഓടിപ്പോകുന്നുണ്ട്. എന്നിട്ടും ദൈവത്തെ അത് മുറി പിടിക്കുകയാണ്, ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. പിന്നെയും വരട്ട ചൊറിയൊക്കെ വന്ന് ദേഹമാസകലം ഓട്ടുകഷ്ണം കൊണ്ട് ചൊറിയുന്നുണ്ട്. ദേഹമാസകലം പുണ്ണായി, ചിരങ്ങായി, ഭയങ്കര ചൊറിച്ചിലും അതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി ഭയങ്കര നാറ്റമായപ്പോൾ ഭാര്യ പോലും പറയുന്നുണ്ട്, ഇനിയും ആ ദൈവത്തെ മുറുക്കി പിടിച്ചിരുന്നു. ദൈവത്തെ വിടാനൊക്കെ പറയുമ്പം അവരോട് പറയുന്നുണ്ട്, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കരുതെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം യോബ് എന്നിട്ടും ദൈവത്തെ തള്ളി പറയുന്നില്ല. എന്നാൽ ഇത്രയൊക്കെ ദൈവഭക്തനായിരുന്നു, എല്ലാമായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. എങ്കിലും യോബിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ താൻ വലിയ ജ്ഞാനിയാണെന്നും അതിനീതിമാനാണെന്നുമുള്ള ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. കാരണം തൻ്റെ അടുത്ത് വരുന്ന സ്നേഹിതന്മാരോട് തർക്കിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നതെല്ലാം താനെല്ലാം ജ്ഞാനിയാണ്, നീതിമാൻ എന്ന രീതിയിൽ അവരോട് സംസാരിക്കുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്. ഇവൻ ദൈവത്തോട് പോലും അദ്ദേഹം തർക്കിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തോട് പോലും മറുത്ത്, അതായത് താൻ ജ്ഞാനിയാണ്, എല്ലാം അറിയാവുന്നവനാണെന്നൊരു സംസാര ഭാഷ അവിടെ വരുമ്പം ദൈവം അല്പം ദേഷ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ദൈവം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരമില്ലാതാകുമ്പോൾ യോബ് തന്നെത്താൻ അറിയുന്നത് താനൊരു മനുഷ്യനാണ്, താൻ ഈ ഭൂമി ഒന്നുമല്ല എന്ന് ആ ഒരു മനസ്സിലാക്കലുണ്ടാകുമ്പോൾ അദ്ദേഹം പറയുവാണ്, ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ഞാൻ ഈ ചാരത്തിലും പൊടിയിലും കിടന്ന് അനുദപിക്കുന്നു. ഒരു കുംഭസാരത്തിൻ്റെ, ഒരു മാനസാന്തരത്തിൻ്റെ, ഒരു പശ്ചാത്താപത്തിൻ്റെ അനുഭവം വരികയാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ പറയുകയാണ്, നീ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിൻ്റെ സഹോദരങ്ങളോട്, നിൻ്റെ കൂട്ടുകാരനോട് നിരപ്പാകണം. കാരണം കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ, വഴിപാട് അർപ്പിക്കാൻ വരുമ്പോൾ മുമ്പേ നിന്നോട് ആരെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ നിന്നോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും അവരോട് നിരപ്പാകണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ പറയുകയാണ്, നിൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറയുക. അങ്ങനെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഈ യോബിന് എല്ലാം ഇരട്ടിയായി കൊടുക്കുവാണ്. അവിടെ പറയുകയാണ്, മുമ്പ് ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. അതായത് 7000 ആട് ഉണ്ടായിരുന്നത് 14,000 കൊടുക്കുന്നുണ്ട്. 3000 ഒട്ടകം ഉണ്ടായിരുന്നത് അത് 6,000 കൊടുക്കുന്നുണ്ട്. 500 കാള ഉണ്ടായിരുന്നത് അത് 1000 ജോഡിയായിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവിടെ നമുക്ക് കാണാം, പുത്രന്മാർ 7, 3 പുത്രിമാരുണ്ടായിരുന്നു, 10 മക്കളെ ഉണ്ടായിരുന്നു. ആ 10 മക്കളുടെ കാര്യമേ പറയുന്നുള്ളൂ. 20 മക്കൾ ഇരട്ടിയായി കൊടുത്തതായിട്ട് അവിടെ പറയുന്നില്ല. പക്ഷേങ്കിൽ ഇരട്ടിയായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അതായത് എന്നേക്കും ജീവിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിൽ 11-12 അധ്യായത്തിൽ 12-ാം അധ്യായത്തിൻ്റെ ആദ്യം പറയുന്ന ഇതാണ്, നമുക്ക് ചുറ്റും വലിയൊരു സാക്ഷ്യ സമൂഹമുണ്ട്, അതായത് വാങ്ങിപ്പോയവരുണ്ട്. അത് കഴിഞ്ഞ് ഈ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഹാബേലും ഹാനോക്കും മരിച്ചിട്ടും ജീവിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ സജീവമായിട്ടുണ്ട്, നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയവർ സജീവമായിട്ട് ദൈവസന്നിധിയിലുണ്ട്, അവർ സജീവമായിട്ട് തന്നെ ഉണ്ട്, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 10 മക്കളുടെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ ദൈവസന്നിധിയിൽ ജീവിച്ചിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരെ കൂടെ കൂട്ടി 20 പേരാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഇരട്ടിയായി കൊടുത്തു, മക്കൾ സഹിതം എല്ലാം ഇരട്ടിയായി കൊടുത്തു, പൂർവ്വസ്ഥിതിയിലേക്ക് അതിൻ്റെ ഇരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലും ശോധന വരുമ്പോൾ
അത് ദൈവഹിതമാണെന്നറിയുകയും ദൈവത്തെ തള്ളിപ്പറയാതെ ഇയ്യോബിനെ പോലെ ദൈവത്തെ മുറുകെ പിടിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ജ്ഞാനിയാണ് നീതിമാനാണെന്നും പറഞ്ഞ് എല്ലാവരോടും കയറി തർക്കിക്കാനും കുറേയൊക്കെ എളിമയും മറ്റുള്ളവരെ ശ്രേഷ്ഠമായി എണ്ണുവാനും ദൈവത്തോട് അനുദപിപ്പാനും ദൈവത്തെ മുറുകെ പിടിപ്പാനും ദൈവം തരുന്ന എന്തും അല്ലെ ദൈവത്തോട് തർക്കിക്കാനൊന്നും പോകാതെ ദൈവത്തെ അനുസരിപ്പാനും കഴിയണം. ആ സമയത്താണ് നമുക്ക് അനുഗ്രഹങ്ങളുടെ കലവറ ദൈവം തുറന്നു തരുന്നത്. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളുടെ കലവറ ദൈവത്തിൻ്റെ സന്തോഷം സുഖീയമായ അനുഭവം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.